ഇദ്ദേഹത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ നേതാക്കന്മാർ തയ്യാറാക്കി കൊടുത്ത വ്യാജരേഖകളും വ്യാജസനതുമായി നാട് മുഴുവനും നിങ്ങൾ സ്വീകരണങ്ങൾ നൽകിയത് മറക്കരുത്. ഇദ്ദേഹം ഇബ്രാഹിം ദാരിമി എന്ന വ്യാജ സഖാഫി കാരന്തൂർ സുന്നി മർക്കസിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് പോലീസ് പിടിയിലായപ്പോൾ മർക്കസിൽ മാപ്പ് പറയാൻ കടന്നു വന്നതും നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് സുന്നി കൈരളിക്കറിയാം വ്യാജരേഖകൾ പടച്ചുണ്ടാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചവരാണെന്ന്. ഹലോ, ഇബ്രാഹിം മുസ്ലിയാരല്ലേ? അതെ അതെ. നിങ്ങൾക്കല്ലേ ഈ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ നിന്ന് 14 ദിവസം കൊണ്ട് സനത് കിട്ടിയ ആള്? അതെ. അപ്പൊ സനത് കിട്ടി എന്നുള്ളത് ഉറപ്പാണ്? കിട്ടി എന്നുള്ള ഉറപ്പാണ്. അത് തപാലിൽ നിന്നാ കിട്ടി? തപാൽ വഴിയായിട്ട് നമുക്ക് ലഭിച്ചു. പിന്നെ അതിനൊക്കെ ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മളാരെയും പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങിയിരുന്നില്ല. അങ്ങനെ ഉണ്ടായപ്പോഴാണ് പ്രശ്നങ്ങൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കുത്തിപ്പൊത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. നമ്മളാരോടും പറയാനൊന്നും പോയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് അങ്ങനെ സനത് കിട്ടിയിട്ടില്ല, മാപ്പ് പറഞ്ഞു നിങ്ങള്, അങ്ങനെ സംഭവം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ അവസ്ഥ വാസ്തവം? മാപ്പ് വെച്ചുള്ളത് മാപ്പ് പറയിപ്പിച്ച് നമ്മളെ ഒന്ന് ഒതുക്കാൻ നോക്കിയതാണത്. അതിന്റെ കാരണം എനിക്ക് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു. ജോലിയെല്ലാം നഷ്ടപ്പെട്ട് അന്ന് കേസ് വന്നപ്പോ നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോ അവരുമായിട്ട് അവസാനം കേസ് കുറെ ദിവസം നീണ്ട്. എന്നുവെച്ചാ അവരുടെ വക്കീലും നമ്മുടെ വക്കീലൊക്കെ മസലാത്താക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, കോടതിയിൽ പറഞ്ഞപ്പോ, അങ്ങനെ ഒരു ഹസൻ എന്ന് പറയുന്ന ആള്, ഒരു മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ആള്, രണ്ടാളെയും കൂട്ടിയിട്ട് അവര് തന്നെ കോഴിക്കോട് കൊണ്ടുപോയതാണ്. മർക്കസ് കൊണ്ടുപോയി. അതെ അതെ. ആദ്യം പറഞ്ഞു മർക്കസ് ഓഫീസിലാണെന്ന് പറഞ്ഞ്, മറ്റേ മാവൂരിന്റെ ഓഫീസ് ഉണ്ടല്ലോ, മർക്കസ് കോംപ്ലക്സ്, അവിടെയാണ് എന്ന് പറഞ്ഞ് അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും മർക്കസിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മളാരോടും സമസ്തയോട് ആരോടും പറയാതെയാണ് പോയത്. അപ്പൊ നിങ്ങൾ കേസ് ഒത്തുതീർപ്പാകാൻ വേണ്ടിട്ട് പോയതാണ്? അതെ അതെ. അപ്പൊ അവരോട് ആ പോയ സമയത്ത് നിങ്ങൾ ഇവിടെ ഞാൻ 14 ദിവസം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ? പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. അവരുടെ റൂം എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഹാജർ പട്ടിക നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പിന്നെ പട്ടിക കാണിച്ചെന്നില്ല. നമ്മളെ ഹാജരുണ്ടോ നോക്കാൻ വേണ്ടി നമുക്ക് പട്ടി കാണിക്കണം എന്ന് പറഞ്ഞപ്പോ പട്ടി കാണിച്ചില്ല. അവര് ആരെ വിളിച്ച് പിന്നെ അത് അതിന്റെ സൈഡ് മാറ്റി വെച്ചു. പട്ടിക കാണിച്ചു തന്നിട്ടില്ല. അവര് എഴുതിയതിലാണ് നിങ്ങൾ ഒപ്പിട്ടത്? അതെ അതെ. ഒപ്പിടാൻ നിങ്ങൾ കുറെ വിസമ്മതിച്ചു? കുറെ വിസമ്മതിച്ചിട്ട് അവസാനം അവര് അങ്ങനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്തി? ഭീഷണിപ്പെടുത്തന്നെ പുറത്ത് അവരങ്ങനെ ഇതാക്കാം, നമ്മൾ അങ്ങനെ ഇതാക്കും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെ അവിടെ വഴി വന്നപ്പോ പിന്നെ അങ്ങനെ ചെയ്യേണ്ടി വന്നു, ഒപ്പിടേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്? 14 സമയം സനത് കിട്ടിയുള്ള സത്യമാണ്? അത് തപാലിൽ കിട്ടിയെന്നുള്ളതാണ്? തപാലിലാണത് കിട്ടിയതോ? അതെ അതെ. ആകെ 14 ദിവസം പഠിച്ചിട്ടുള്ളൂ? അതെ 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 അതെ. എന്നാ ശരി, ഓക്കെ. അസ്സലാമു അലൈക്കും.